അപ്പോൾ സാറ് കുറേ ഫെയിലിയേഴ്സ് ഒക്കെ കണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ ഫസ്റ്റ് ബിസിനസ് ഏതായിരുന്നു? ഫസ്റ്റ് ഞാനൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കഥ പറയാം കേൾക്കട്ടെ. ആക്ച്വലി ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങളൊരു ടീം, നമ്മുടെ ബാച്ച്, നമുക്ക് പാർട്ട് ടൈം എന്തെങ്കിലും വരുമാനങ്ങൾ വേണമല്ലോ, ബാംഗ്ലൂരാണ്, ജീവിക്കണം, വേറെ വഴിയൊന്നുമില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പാർട്ട് ടൈം ജോബ്. അതെ. എത്രാമത്തെ വയസ്സിലാണ്? ആക്ച്വലി ഞങ്ങളൊരു 20ാമത്തെ വയസ്സിൽ ഫസ്റ്റ് ബിസിനസ്. അതെ, പാർട്ട് ടൈം ആയിട്ട്. അല്ല, ഫസ്റ്റ് ബിസിനസ് എന്ന് പറയുന്നത് 16-ാം വയസ്സിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതെന്തോ 16ാമത്തെ വയസ്സിൽ? നമ്മുടെ ഹച്ചിൻ്റെ BPL മാറി ഹച്ച് ആവുന്ന ടൈമിൽ പണ്ടത്തെ സിമ്മിൻ്റെ ബിസിനസ് ആയിരുന്നു. പിന്നെ എനിക്കൊരു ചെറിയ പലചരക്ക് കട ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. 16ാമത്തെ വയസ്സ് ആ ടൈം. അതെ അതെ അതെ. 20ാമത്തെ വയസ്സിലാണ് പ്രോപ്പറായിട്ട് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, കൺസൾട്ടൻസി ആയിട്ട്. അപ്പോൾ ആ ബിസിനസ് നിലവിലിപ്പോൾ ഉണ്ടോ? ഉണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. റീബ്രാൻഡ് ചെയ്തു. ഫസ്റ്റ് വേറെ പേരിലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലോഗോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ലോഗോ ചെയ്യാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ആ ലോഗോ ചെയ്യുന്നത്, ഫർസാൻ എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്റ്റ് ആയിരുന്നു. ഓക്കെ, ഫ്രീ ആയിട്ട്? ഫ്രീ അല്ല, പേയ്മെന്റ് ആയിരുന്നു. ബന്ധങ്ങളൊന്നും ഇല്ല, ബിസിനസ്സിൽ ഒരിക്കലും ഫ്രീ ചെയ്യരുത്. ഓക്കെ, നമ്മൾ അത് മെയിൻ ഒരു പോയിന്റാണ്. അല്ല, നമ്മളങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്ത സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മളിപ്പം ഫ്രണ്ട് എന്നുള്ള നില നമ്മളെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. പിന്നീട് അത് നമ്മളെ ബിസിനസ് വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നത് നല്ലത്. ഓക്കെ, അങ്ങനെ ആ ലോഗോ ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ലോഗോ എന്താണെന്ന് മനസ്സിലാവുന്നത്. ലോഗോയുടെ ഇമ്പോർട്ടൻസ്, എന്തിനാണ് ലോഗോയുടെ പർപ്പസ് എന്നൊക്കെ ഉള്ളത് ആ ലോഗോ ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ പഠിച്ചാണ് ഇന്ന് പാട്സോമിയ വന്നത്. അതെ, സെറ്റായത്. ഓക്കെ, അതിന്ന് റീബ്രാൻഡ് ചെയ്ത് വേറൊരു പേരിലോട്ട് മാറ്റി. അതെ അതെ അതെ. ഇപ്പോഴത്തെ അന്ന് ആ റീബ്രാൻഡ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പേരിട്ടതൊക്കെ ഭയങ്കര മിസ്റ്റേക്ക് ആയിരുന്നു. വേറൊരു വലിയ ബ്രാൻഡിനായിട്ട് സിമിലർ ആയിട്ട് നെയിമായിരുന്നു. അതായത് വലുതായിട്ടൊന്നും ശ്രദ്ധിക്കാണ്ട് അതെ പേര് വേണം എന്നുള്ള രീതിയിൽ തുടങ്ങി. നമുക്ക് അന്ന് ഐഡിയാസ് ഒന്നും ഇല്ലല്ലോ, നമ്മളൊരു പേരിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് മാർക്കറ്റൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര നഷ്ടമാണ്. മാർക്കറ്റൊക്കെ ചെയ്ത് നല്ല പേരൊക്കെ ആയി വന്നപ്പോഴാണ് അത് വേറൊരു നല്ലൊരു ബ്രാൻഡായിരുന്നു. അതിന് പേരൊരു സാമ്യമുണ്ട്. അങ്ങനെ കുറച്ച് ലീഗൽ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിലൊക്കെ വന്നു. മാറ്റി പേര് ചേഞ്ച് ചെയ്യുക ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ് ബിസിനസ് എന്ന് ഒരു പ്രൊഫഷണൽ രീതിയിൽ ബിസിനസ് നടത്തിയ ആ ഒരു ടൈമിലാണ്. അതെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് സാറിൻ്റെ ഒരു ജേണി? അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ബിസിനസ് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ഫെയിലിയേഴ്സ് ആയിരുന്നു. ഫുള്ള് എല്ലാം അതുകൊണ്ടായിരിക്കും തുടക്കത്തിൽ പറഞ്ഞത് ഫെയിലിയറിനെ ഫേസ് ചെയ്യാൻ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി നമുക്ക്. ഫെയിലിയേഴ്സ് എങ്ങനെ ബിസിനസ് ചെയ്ത് കൂടാ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് നമ്മുടെ ഒരു ബിസിനസ്സിൽ വാല്യൂ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ബാംഗ്ലൂർ ആയിരുന്നുകൊണ്ട് എനിക്ക് ഒരുപാട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ്. എനിക്ക് കണക്ഷൻസും ബിൽഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അത് ഭയങ്കര ഒരു വലിയൊരു സാധനമായിരുന്നു. ബാംഗ്ലൂർ ആയിരുന്നുകൊണ്ട് ഒരുപാട് കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റി. ബിസിനസ്സിൽ കണക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു കണക്ഷൻസ് ബിൽഡിങ് എന്നൊരു അതൊരു സംഭവം, ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നാലൊരു അത് പിന്നീട് എപ്പോഴും യൂസ് ആവും. അത് പക്ഷേ അതൊരു ബിസിനസ് എന്ന രീതിയിൽ കൊണ്ടും പോകരുത്. കണക്ഷൻസ് മാക്സിമം നമ്മുടെ കണക്ഷൻസ് കീപ്പ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ബിസിനസ്മാൻ്റെ മെയിനായിട്ട്. അതിൽ ബിസിനസ് കാണുകയും ചെയ്യരുത്. ഓക്കെ, മനസ്സിലായി. ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ കൊണ്ടുപോകുക, കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഞ്ച്വാലിറ്റി, റിസ്ക്, അതെ, നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മുടെ ഹെൽത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ടും ഫസ്റ്റ് ഒരു പ്രോപ്പർ മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, ആ ഐഡിയ എന്താണ്, അത് എവിടെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, ആ ഏരിയയിൽ അത് ആ ഒരു കസ്റ്റമറിന് അത് യൂസ് ആണോ ഇല്ലയോ എന്ന് ഫസ്റ്റ് നമ്മളത് ചെക്ക് ചെയ്യണം. അത് ഏത് കസ്റ്റമറിലാണ് നമ്മളത് സെയിൽ ചെയ്യാൻ പോകുന്നത്, ഈ പ്രൊഡക്റ്റോ സർവീസ്, ഇത് ആരാണ് അതിൻ്റെ പർട്ടിക്കുലർ കസ്റ്റമർ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്കത് എന്ത് വാല്യൂ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നുള്ളതൊക്കെ പ്രോപ്പർ ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിസിനസ് വർക്കൗട്ട് ആകുമോ ഇല്ലയോ, എത്രത്തോളം റിസ്ക് ഫാക്ടേഴ്സ് അതിൽ ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു കാൽക്കുലേറ്റഡ്
റിസ്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. എപ്പോഴെങ്കിലും ഈ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് സാർ ഏതെങ്കിലും ബിസിനസ്സിലോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ആ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടോ? റിസ്ക് ആണെന്ന് തോന്നി, അല്ലെങ്കിൽ ഇത് ചെയ്താൽ ശരിയാകത്തില്ല? ഇല്ല, അത് ചെയ്യാത്തത് കൊണ്ടാണ് എൻ്റെ ഈ ബിസിനസ്സുകൾ ഫുള്ള് ഫെയിലായത്. അപ്പം ആദ്യമൊന്നും ഈ മാർക്കറ്റ് സ്റ്റഡി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ഡയറക്റ്റ് ഐഡിയ വരുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇറങ്ങുന്നു. ഒരാൾ, നമ്മൾ എല്ലാവരും അറിയാമല്ലോ, ഒരാൾ ചെയ്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴേ അതിൻ്റെ ഒരു കോപ്പി കൊണ്ടുവരുവാണ്. ഓക്കെ, മനസ്സിലായി. അത് ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ സ്റ്റിൽ നടക്കുന്ന സംഭവമാണ്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ നമ്മളതിൽ ഗുഡായിരിക്കണം, നമുക്കതിൽ എത്രത്തോളം സ്ട്രോങ് ആണോ എങ്കിലും മാത്രമേ നമ്മളതിൽ, വേറൊരാൾ ചെയ്ത് വിജയിപ്പിച്ചത് കൊണ്ട് നമുക്കൊരിക്കലും ആ ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റണമെന്നില്ല. നമ്മളതിൽ എക്സ്പീരിയൻസ് ആണ്, നമുക്കതിന് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിലേക്ക് ഇറങ്ങുകയുള്ളതാണ്. സാർ പറഞ്ഞ വേറെ ചില ആൾക്കാർ കണ്ട് ഇൻസ്പയർ ആയി മറ്റേ മോട്ടിവേഷൻ പറഞ്ഞ പോലെ ഇറങ്ങും. അതെ, അത് ചാടിക്കയറി ഇറങ്ങാതെ ഭയങ്കര മണ്ടത്തരമാണ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഒരുപാട് ചപ്പാത്തി കമ്പനി, ടർഫ്, ഒരുപാട് പറയാനുണ്ട്, നിറയെ പോലും ഉണ്ട് ടർഫ്. അതായത് അതെങ്ങനെ ആരോ പറഞ്ഞിട്ടുള്ളൂ, ഒരു സ്ഥലത്ത് തന്നെ ഒരു 2 ടർഫ് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രോഫിറ്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അല്ല, അത് വേറെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം. ഒരു സ്ഥലത്ത് 2 സിമിലർ ബിസിനസ് വന്നു കഴിഞ്ഞാൽ 2 ബിസിനസ്സും പൊട്ടിപ്പോകുമെന്ന് പറയുന്നത് ഭയങ്കര തെറ്റാണ്. ആ 2 ബിസിനസ്സിനും യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ ഒരു ഇതുവരെ കണ്ട് പഠിച്ചതിൽ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന. നമുക്ക് അവിടെ കോമ്പറ്റീഷൻ വരും. അപ്പോൾ കോമ്പറ്റീഷൻ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കസ്റ്റമറിന് അതൊരു ഓപ്ഷൻസ് ആയി ഏത് എടുക്കണമെന്നുള്ളത്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ ബിൽഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിടത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് കിട്ടുമെന്ന് ട്രസ്റ്റ് ചെയ്ത് ആൾക്കാർ വന്നു തുടങ്ങും. അപ്പോൾ 2 ആൾക്കാർക്കുള്ള കച്ചവടം ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കും. അല്ല, അതിൻ്റെ പക്ഷേ നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു, അതെ, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് അവർ മോണോപ്പൊളി ആവുകയല്ലോ ചെയ്യുന്നത്. അതൊരു തെറ്റിദ്ധാരണയാണ് ആക്ച്വലി. വേറൊരു ബിസിനസ്സും കൂടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ് പൊട്ടിപ്പോകുമെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? മാർക്കറ്റ് സ്റ്റഡി കഴിഞ്ഞിട്ട് മാർക്കറ്റ് സ്റ്റഡിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെ, മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് എവിടെയാണ് സെയിൽ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് അതിൽ ചാലഞ്ചസ് എന്ന്, പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കോമ്പറ്റീറ്റേഴ്സ് റിസർച്ച് എന്ന് പറയും. ആരൊക്കെയാണ് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്, അവരെന്തൊക്കെയാണ് അവരുടെ സ്ട്രാറ്റജീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം. ഇതിനൊക്കെ ടൂളുകളുണ്ട്, AI ടൂളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ ChatGPT യൂസ് ചെയ്യാം, ഗൂഗിൾ യൂസ് ചെയ്യാം, യൂട്യൂബ് യൂസ് ചെയ്യാം, സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാം. കുറച്ച് നാളായിട്ടല്ലേ നമ്മൾ നമ്മൾ ഇറങ്ങി തന്നെ. ഇപ്പോൾ നമുക്ക് ടൈം ഭയങ്കര സേവ് ആകും ഈ ടൂള് ഓൺലൈനൊക്കെ വന്നതിന് ശേഷം. മറ്റേ നമ്മൾ തന്നെ മാനുവലി ഇറങ്ങി ഓരോ ഡാറ്റാസും ഗവൺമെൻറ് ഡാറ്റാസും കാര്യങ്ങളും ടൂള് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും പഠിക്കണ്ടേ? അതെ, ഞാൻ കണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ടൂൾ അറിയാം, പക്ഷെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയത്തില്ല. അതിന് ഫ്രീ ആയിട്ട് ഓപ്ഷൻസ് ഒരുപാടുണ്ടല്ലോ. യൂട്യൂബ് കണ്ടാൽ തന്നെ നമുക്ക് സ്കിൽഫുള്ളായിട്ട് ചെയ്യാവുന്ന. സാറിൻ്റെ ബിസിനസ്സിനെ ഒന്ന് ടോപ്പിലെത്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് AI യൂസ് ചെയ്യുന്നത്? എത്ര AI യൂസ് ചെയ്യുന്നുണ്ട്? ഞാൻ ഒരുപാട് AI ടൂൾസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിൽ എനിക്ക് AI ടൂൾസ് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ടൈം ഭയങ്കരമായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ 2-3 ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അരമണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നമുക്ക്. അതെ. അപ്പം ഈ കോമ്പറ്റീറ്റീവ് സ്റ്റഡി നമ്മൾ നടത്തി, അതെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്തായിരിക്കും നോക്കുന്നത് അടുത്ത്? കോമ്പറ്റീറ്റീവ് സ്റ്റഡി നടത്തിയതിന് ശേഷം പ്രോപ്പറായിട്ടൊരു ബിസിനസ് പ്ലാൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ബിസിനസ് പ്ലാനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ടീം ബിൽഡിങ്, ഫിനാൻഷ്യൽ, പിന്നെ ഈ ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷന്, പിന്നെ ഇതിൻ്റെ ഗ്രോത്ത്, ഇതിൻ്റെ എക്സിറ്റ് പ്ലാന്, പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ പാർട്ണർഷിപ്പ് എങ്ങനെയാണ്, പാർട്ണർഷിപ്പിലൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വേറെ ശ്രദ്ധിക്കണം. നമുക്ക് അത് സീരിയസ് പോലെ അല്ല, ഇതൊരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്ലാൻ സെറ്റ് ചെയ്യുന്നത്. അത് ഇത്ര വർഷത്തേക്ക് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു പ്ലാൻ സെറ്റ് ചെയ്ത് അങ്ങനെ പ്ലാൻ സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ലോസ് എന്നുള്ളതൊക്കെ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ.